ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ പരീക്ഷാ കേന്ദ്രങ്ങൾ, നഗരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നീറ്റ് യുജി ഫലം വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ഫലം പ്രസിദ്ധീകരിക്കാൻ ഏജൻസിക്ക് ശനിയാഴ്ച ഉച്ചവരെയാണ് പരമോന്നത കോടതി സമയം അനുവദിച്ചിട്ടുള്ളത്. വിഷയത്തിൽ തിങ്കളാഴ്ച വാദം തുടരും. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ 4 വിദ്യാർത്ഥികളെ CBI അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം 2-3 വർഷ MBBS വിദ്യാർത്ഥികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിദ്യാർത്ഥികളിൽ നിന്ന് ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിലും മാറ്റമില്ല. പാലക്കാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല. ഇടുക്കിയിൽ മൂന്നാർ, ദേവികുളം, ചിന്നക്കനാൽ, ഗ്യാപ് റോഡ് എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം കണക്കിലെടുത്ത് ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം പനച്ചിക്കാട് മാളികക്കടവ് പാലത്തിന് സമീപം വെള്ളത്തിൽ വീണ് താറാവ് കർഷകൻ മരിച്ചു. പാത്താമുട്ടം തേവർകുന്നയിൽ സദാനന്ദനാണ് മരിച്ചത്. അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കോഴിക്കോട് കക്കയം ജലസംഭരണിയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡാമിലെ അധിക ജലം തുറന്നുവിടുന്നതിന് മുന്നോടിയായുള്ള 2ാം ഘട്ട മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് നടപടിയെന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിനെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിന്റെ താലൂക്ക് തല മത്സരം ഞായറാഴ്ച സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തിരുവനന്തപുരം ചിന്മയ വിദ്യാലയത്തിൽ മത്സരം ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ അധ്യക്ഷനാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയാണ് ക്വിസ് മത്സരത്തിന്റെ സംഘാടകർ. ലോകത്തെ 5 പ്രധാന കൽക്കരി ഖനികളിൽ 2 ഇന്ത്യയിലെന്ന് കൽക്കരി മന്ത്രാലയം. കോൾ ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൌത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡ് ലിമിറ്റഡിന്റെ ഛത്തീസ്ഗഡിലെ ഖനികളായ ഗേവരയും കുസമുണ്ടയും വലിപ്പത്തിൽ 2ഉം 4ഉം സ്ഥാനങ്ങളിലുള്ളതായി മന്ത്രാലയം അറിയിച്ചു. worldatlas.com ആണ് പട്ടിക പുറത്തുവിട്ടത്. ഈ 2 ഖനികളും കൂടി പ്രതിവർഷം 100 മില്യൺ ടൺ കൽക്കരിയാണ് ഉത്പാദിപ്പിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണത്തിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് ശതാബ്ദി ആഘോഷ പരിപാടികൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിജ്ഞാനാധിഷ്ഠിത നൂതനത്വ സമൂഹമായി മാറ്റുന്നതിന് ഒന്നിച്ച് അണിനിരക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. പരിഷ്കരിച്ച ഭിന്നശേഷി നയം സംബന്ധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ച സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഭിന്നശേഷി നയം പരിഷ്കരിക്കുന്നത്. നിലവിലെ നയത്തിലെ പോരായ്മകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, പരിഷ്കരിക്കുന്ന നയത്തിൽ ഉൾപ്പെടുത്തേണ്ട നല്ല മാതൃകകൾ എന്നിവ ഈ മാസം 31-നകം അറിയിക്കേണ്ടതാണ്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമില്ലാത്ത 107 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. ഓൺലൈൻ വിതരണക്കാരും തട്ടുകടക്കാരും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് അറിയിച്ചു. പാൻട്രി കാർ തകരാറിലായതോടെ കേരള എക്സ്പ്രസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് ഇന്ന് വൈകിട്ട് 4:15ഓടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയത്. ട്രെയിനിന്റെ മധ്യഭാഗത്തായുള്ള പാൻട്രി കാർ നീക്കം ചെയ്യുന്നതിനായി ഒരു ഭാഗത്തെ ബോഗികൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രെയിൻ ഇനിയും 1 മണിക്കൂറെങ്കിലും വൈകുമെന്നാണ് വിവരം. തിരുവനന്തപുരം പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ.
343 കോടി രൂപയാണ് പദ്ധതിയുടെ പ്രതീക്ഷിത അടങ്കൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമീപ പ്രദേശത്തായാണ് പുതിയ ഫിഷറീസ് തുറമുഖം നിർമ്മിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.